1299 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ. പോക്കോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇയർബഡ്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പോക്കോ പോഡ്സ്. 1199 രൂപയ്ക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആ സെയിം റേറ്റ് ആണ്. പിന്നെ ബിഗ് ബില്യൺ ഡേയ്സ് വരുവാണ്, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി പ്ലസ് മെമ്പേഴ്സിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു സെയിൽ വരയ്ക്കും ഇതിൻ്റെ വില 1199 ആയിരിക്കാം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1399 1499 പോകുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ ബഡ്സ് 4 ആക്റ്റീവ് ഉണ്ടല്ലോ, ആമസോണിൽ അവൈലബിൾ ആണ്. അതും ഇതും സെയിം ആണ്, ജസ്റ്റ് റീബ്രാൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നോർമൽ റേറ്റ് 1399 ആണ്. പക്ഷേ ഇപ്പോൾ അവിടെയും ഓഫർ നടക്കുന്നുണ്ട്, 1199 വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1300 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു പോക്കോ പോഡ്സ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ വർത്തനാണെന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ പോഡ്സ്. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസാണ്. ഞാനിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഓവിയിൽ തന്നെ ഒരു റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 ടച്ച് എനിക്ക് കേസ് കാണുമ്പോഴത്തേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേസ് കാണാൻ പറ്റുന്നത്. കൂടാതെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ നടുക്കായിട്ട് കണ്ട ഈ ഒരു ലൈൻ പോലെ ഒരു ഗ്ലോസി ഫിനിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയോ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ അതങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് ഇടണം, അത് ഏത് ഇയർബഡിലാണ് ഇതുപോലെ കണ്ടെന്നുള്ളത്. എന്തായാലും മുന്നിൽ പോക്കോയുടെ ലോഗോ ഉണ്ട്, അടിയിലൊരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ പുറമേ കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 440 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 30 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 1.5 hours 100% ഇത് ചാർജ് ആകാനായിട്ട്. കൂടാതെ ടൈപ്പ് സി ആണ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 90 മിനിറ്റ് നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് കളറിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ബ്ലാക്ക് എന്നല്ല അവർ പറയുന്നത്, മിഡ് നൈറ്റ് ഗ്രൂ എന്നാണ്. അതായത് ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ കേസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്റ്റ് ഒക്കെ ആവും കേട്ടോ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടത് എന്താ പറയുക, ആ ഒരു മഞ്ഞ ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. വേറൊരു സംശയമുള്ള ഒരു ബേർഡിനെ പോലെ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ആദ്യമേ കണ്ടപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ റെഡ്മി ബഡ്സ് 4 ആക്റ്റീവ് വാങ്ങിച്ചാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫുൾ പ്ലെയിൻ കളർ. അതായത് നിങ്ങൾ ബ്ലാക്ക് മേടിക്കണമെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ മേടിക്കണമെങ്കിൽ ഫുള്ള് ബ്ലൂ ആയിരിക്കും. ആ ഒരു ഇയർ ടിപ്പ് സഹിതം ആ ഒരു കളറായിരിക്കും. അതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊരു മൾട്ടി കളർ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടേക്ക് വരാൻ കേട്ടോ. ടോട്ടലി ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആയാലും അല്ലെങ്കിൽ സ്ക്രാച്ച് ആവാനും ചാൻസ് വളരെ കുറവാണ്. 12mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 34 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഓരോ ഇയർബഡുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ 10 8 എന്താ പറയുക ടോട്ടൽ പ്ലേ ടൈം അല്ലെങ്കിൽ സിംഗിൾ പ്ലേ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. 10 മണിക്കൂർ 8 മണിക്കൂറൊക്കെയാണ് പൊതുവെ ഈ 35 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ബോട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 10ഉം 8ഉം ഒക്കെ പറഞ്ഞത്. ചിലപ്പോൾ അതിനേക്കാളും കുറച്ചായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് 50 അല്ലെങ്കിൽ 60% മുകളിൽ നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് ബാറ്ററി പെർസെൻറ്റേജ് കമ്പനി പറയുന്നതിനേക്കാളും കുറയാൻ ചാൻസ്, അല്ലെങ്കിൽ പ്ലേ ടൈം കുറയാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറൊരു സംശയമില്ല. എന്തായാലും വലുതിലാണെങ്കിലും ഇടത്തിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ കണ്ടോ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ ഫോർവേഡ് ട്രാക്ക് അങ്ങോട്ട് ഫോർവേഡ് ആവത്തേ ഉള്ളൂ, പ്രീവിയസിലേക്ക് പോകത്തില്ല. കൂടാതെ രണ്ടെണ്ണത്തിൽ നമ്മൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 60 ms ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ് അങ്ങോട്ട് ഓൺ ആകുന്നതാണ്. ഈ ഗെയിമിംഗ് മോഡ് നമുക്ക് വീണ്ടും നമുക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഓഫ് ആക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഓഫ് ആക്കിയില്ലെങ്കിൽ പോലും കേസിനകത്ത് വെച്ചിട്ട് വീണ്ടും ഇതങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക്, അതായത് ഇയർബഡുകൾ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. അതായത് ഡിസൈനിലുള്ള ഒരു സവിശേഷത കൊണ്ട് തന്നെ 100% ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ വർക്കൗട്ട് ആവുന്നുണ്ട്. സോ നമ്മളൊരു ക്രൗഡായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, ഒരാടുത്ത് മിണ്ടുക അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴത്തേക്കും അങ്ങനെ വളരെയധികം ഡിസ്റ്റർബൻസ് ആ ഒരു പബ്ലിക്കിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ എന്താ പറയുക, നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇയർ പെയിൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചാലും എനിക്ക് വന്നില്ല. ഇനി നിങ്ങളെല്ലാവരും പേഴ്സണലി യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വെയറിംഗ് കംഫർട്ട് എങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെയാണ്, നമ്മളുടെ ഇയർ സൈസ് ഡിപ്പെൻസ് ആണ് ആക്ച്വലി ഈ ഒരു വെയറിംഗ് കംഫർട്ട്. പിന്നെ ഇതുപോലെ അതായത് ഇയർ ടിപ്പുകളുള്ള ഒരു ഇയർബഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കൂടെ അവർ എന്തിനാണ് നമ്മുടെ ലാർജ് സൈസിലുള്ള ഇയർ ടിപ്പ് അല്ലെങ്കിൽ സ്മോൾ സൈസിലുള്ള ഇയർ ടിപ്പുകൾ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് മാറ്റിയിടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചെവിക്ക് സ്യൂട്ട് ആവും.
എന്നാൽ ഹാഫ് ഇൻ ഇയറിൽ ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെയിൻ സഹിച്ച് അങ്ങോട്ട് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് അങ്ങോട്ട് യൂസ്ഡ് ആവേണ്ട ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും പറയാനുള്ള ഇയർ ടിപ്സുകൾ മാറ്റിയിടുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം അങ്ങോട്ട് റിസോൾവ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോക്കോ പോഡ്സിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇതിന് വെച്ചാൽ ഡ്യുവൽ മൈക്ക് വിത്ത് ENC ടെക്നോളജി ഉണ്ട്. അതായത് ഓരോ ഇയർബഡുകളിലും ഒരൊറ്റ മൈക്ക് വീതേ ഉള്ളൂ. എന്നാൽ പോലും ഔട്ട്ഡോറിൽ ഞാനിപ്പോൾ നോർമലി സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു അമ്പലത്തിൽ നിന്ന് രാമായണ പാരായണം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു രാമായണ പാരായണമാണോ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, അതല്ല എൻ്റെ വോയിസ് ആണോ? എൻ്റെ വോയിസ് ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു കോളിംഗ് പേർപ്പസിന് വർത്ത് ബൈങ് ആണ്. കാരണം ഇത്ര എന്താ പറയുക, നല്ല ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ പോലും ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ക്വാളിറ്റിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല. 100% നമ്മൾ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഹെവി മെറ്റൽ സോങ്ങുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിൽ. SBC കോഡൊക്കെ ഉള്ളെങ്കിൽ പോലും കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ എടുത്ത് പറയേണ്ടത് ഒരു 50% ഇടുമ്പോഴത്തേക്ക് ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. എന്നാൽ നിങ്ങളൊരു 80 മുതൽ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ബേസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ റെഡ്മിയുടെ ബഡ്സ് 3 Pro ഉണ്ടല്ലോ, അതാണ്, അതായത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ, 2 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് നമ്മൾ നല്ല രീതിക്ക് വോളിയം ഇട്ടാൽ പോലും അത് കിട്ടത്തില്ല. അപ്പോൾ അതായിരുന്നു ഇവിടെയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബേസ് ഗിറ്റാറിൻ്റെ ബേസ് പോലും നമുക്ക് ഇവിടെ അതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടിൽ ഇടുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് കിട്ടുന്നുണ്ട്. പിന്നെ ബോട്ടിൻ്റെ ബേസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കരുത്. കാരണം ബോൾട്ട് ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു അവരൊക്കെ ബേസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. എന്നാൽ നോർമലി നമ്മുടെ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 ഓപ്പോയിലൊക്കെ കാണുന്ന പോലെ അതേ ബേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എയർപോഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ആപ്പിൾ എയർപോഡ്സ് ഒക്കെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ഇയർബഡുകൾ ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ ജസ്റ്റ് നല്ല ഒന്ന് ഞെക്കിയാൽ മാത്രം മതി, അങ്ങ് കണക്റ്റഡ് ആയിക്കോളും. എന്നാൽ ഇത് iOSലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ എന്താ പറയുക, നമ്മൾ ബ്ലൂടൂത്തിൽ പോയിട്ട് അവിടെ നമ്മൾ ഡിവൈസ് സെർച്ച് ചെയ്തിട്ട് എന്താ പറയുക ഒരു ടാപ്പ് ഞെക്കി പിന്നെ നമ്മൾ പെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത്രയും സ്റ്റെപ്പ് ചെയ്താലും നമുക്ക് ആകെ ഒരു 15-20 സെക്കൻഡിന് അടുത്തേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രീതിക്ക് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഇതിൽ ഉണ്ടെങ്കിൽ എനിക്കറിയാത്തതായിരിക്കാം, മേ ബി അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. കാരണം എനിക്കും മറ്റുള്ളവർക്കും അതൊരു യൂസ്ഫുൾ ആവും ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. IPX4 ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അത്യാവശ്യം ഡ്രസ്സിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയി നോക്കുക, അവർ ക്ലെയിം ചെയ്ത് തന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ 60 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് ട്രിഗറിന്ന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. സിംഗിൾ ഷോട്ടിൽ കണ്ട ഒരു വലിയൊരു ഇഷ്യൂ ഇല്ല. എന്നാൽ ഓട്ടോയിട്ട് അടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പൊടിക്ക് ഡിലേ കണ്ടോ. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ എപ്പോഴും 60 ms നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് ഇവിടെ. അതായത് ചെറിയൊരു നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പൊടിക്കൊരു ഡിലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നോർമൽ പ്ലെയർ ആണെങ്കിൽ ഇതൊന്നും വലിയ ഇഷ്യൂസ് വരത്തില്ല. എന്നാൽ പ്രോ പ്ലെയർ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അത് ഇഷ്യൂസ് ഉണ്ടാവും. സോ പ്രോ പ്ലെയേഴ്സ് ഉറപ്പായിട്ടും വയേർഡ് ഇയർഫോൺ വാങ്ങിച്ച് കളിക്കുന്നതാണ് കുറച്ച് ബെറ്റർ, അല്ലെങ്കിൽ പോക്കോ പോഡ്സ് വാങ്ങിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു പോക്കോ പോഡ്സിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്.
1799 ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും വർത്ത് ബൈങ് ആകും. കാരണം അത്യാവശ്യം കൊള്ളാം കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് പോക്കോ പോഡ്സ് വാങ്ങിച്ചാൽ പോക്കോയെ പോലെ എന്താ പറയുക പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ടോ. കൂടാതെ ഇന്നലെ നമ്മുടെ എനിക്കൊന്ന് ഓവിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലോ എന്തോ ഒരു ഫ്രണ്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി വാങ്ങിച്ച ഇയർബഡ് രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ വലത് സൈഡോ ഇടത് സൈഡോ ഞാൻ ഓർക്കുന്നില്ല അടിച്ചു പോയി എന്നുള്ളത്. അത് പുള്ളി പറയുന്നത് ചില ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ പോക്കോ എന്നുള്ളതല്ല, ഏതൊരു ഇയർബഡും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഏത് തന്നെ ആയാലും ചിലപ്പോൾ ഇന്നിപ്പോൾ യൂസ് ചെയ്ത് നാളെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വാറണ്ടി ഓരോ കമ്പനികളും നൽകുന്നത്. സോ സർവീസ് നമുക്ക് 1 വർഷം വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പോക്കോ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്ക് അത് ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോക്കോ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്നത് പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കേ വേണ്ട. പിന്നെ പോക്കോ എന്ന് നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾക്ക് അയച്ചു തരേണ്ട ഒരു സമയം ആയിട്ടില്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയച്ചു തരുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത് എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീണ്ടും പറയാനുള്ളത് 1199 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണ്, കണ്ണും മൂട്ടി വാങ്ങിച്ചോളൂ. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു പോക്കോ പോഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ 1199 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, അതിനേക്കാളും കാശ് കുറച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് അൺബോക്സ്ഡ് പീസാണ്, അല്ലാണ്ട് യൂസ്ഡ് പീസ് അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യാൻ കൊടുത്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.